ദുരിതാശ്വാസ നിധി സംഭാവനയ്ക്കെതിരെ ഇടത് സംഘടനാ കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ കൺവെൻഷനിലാണ് വിമർശനം ഉയർന്നത്. നടക്കുന്നത് നിർബന്ധിത പിരിവെന്നും ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യത്തിന് സഹായം ലഭിച്ചുവെന്നും ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, ഏത് തരത്തിലാണ് വിമർശനം ശക്തമാകുന്നത്? കഴിഞ്ഞ ദിവസമാണ് ശിശുക്ഷേമ സമിതിയുടെ സ്റ്റാഫ് യൂണിയൻ്റെ ജനറൽ കൺവെൻഷൻ നടന്നത്. ഈ ജനറൽ കൺവെൻഷനിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KN ഗോപിനാഥ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നുള്ളതും അത് ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം ഇതിനായി നൽകണമെന്നുള്ളതും പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി സ്റ്റാഫ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അജികുമാറിൻ്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം വന്നത്. സെക്രട്ടറി എന്ന നിലയിൽ താൻ സമ്മതപത്രം നൽകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് ഇത് നടക്കുന്നത് വലിയ രീതിയിലുള്ള ഫണ്ട് പിരിവാണ്, ഇത് അംഗീകരിക്കാനാകില്ല. ഇതിൻ്റെ പേരിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ഗോപിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുമെന്നും ഈ കൺവെൻഷനിൽ വലിയ രീതിയിൽ അദ്ദേഹം വിമർശനം ഉയർത്തി. പിന്നാലെ നടന്ന പ്രതിനിധികളുടെ പൊതുചർച്ചയിലും സമാനമായ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. ചില പ്രാദേശിക CPM നേതാക്കൾ പോലും ശക്തമായ ഭാഷയിൽ ഈ CMDRFിൻ്റെ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ CMDRFിന് വേണ്ടി നടക്കുന്ന പിരിവിനെയും വിമർശിച്ചു. നിലവിൽ ഈ ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം പല കോണുകളിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഈ നിർബന്ധിത പിരിവ് തുടരുകയാണ് എന്ന രീതിയിലായിരുന്നു പ്രതിനിധികൾ വിമർശനം ഉയർത്തിയത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പലവട്ടവും പ്രതിനിധികൾ ഈ പലരും സംസാരിച്ചത്. പ്രത്യേകിച്ച് കൊള്ള തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ വരെ ചില CITU നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഈ സംഘടനയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രിക്കുമെതിരെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ CITUവിൻ്റെ കീഴിലുള്ള ഒരു സംഘടനാ യൂണിയനിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ സാഹചര്യമാണ്. പ്രത്യേകിച്ച് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരുടെ അടക്കം ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വ്യാപക വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊപ്പം തന്നെയാണ് ഈ ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾ കാര്യങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ കൺവെൻഷനിൽ ഈ സമ്മേളനത്തിൽ ഉയർന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിയമനങ്ങളിലടക്കം AKG സെൻറ്ററിൽ നിന്നുള്ള ലിസ്റ്റുകൾക്കനുസരിച്ച് നിയമനങ്ങൾ നടക്കുന്നു. മുൻ ഭരണസമിതി കാലത്തൊക്കെ നിയമിച്ചവർക്ക് സ്ഥിര നിയമനങ്ങൾ നൽകുന്നില്ല തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനവും ഈ സമ്മേളനത്തിൽ, ഈ കൺവെൻഷനിൽ പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ഗോപി അടക്കമുള്ള ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതടക്കമുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർത്തി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും CITUവിൻ്റെ കീഴിലുള്ള ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഈ സംഘടനയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ CMDRFിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്തായാലും സംഘടനാ ജനറൽ സെക്രട്ടറി അജികുമാറിൻ്റെ വിമർശനം ഈ രീതിയിൽ കാര്യമായ വിമർശനം, അതിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നത് കാര്യമായ വിമർശനം ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. ജീവനക്കാർ ഇപ്പോൾ തന്നെ 2 ദിവസത്തെ ശമ്പളം നൽകിയിരുന്നു. അതിനൊപ്പം ഇനി 5 ദിവസത്തെ കൂടി ശമ്പളം നൽകണമോ എന്നുള്ള സംശയം ചിലർ ആരാഞ്ഞതാണ് എന്നുള്ളതാണ് സംഘടന ഈ ശിശുക്ഷേമ സമിതിയുടെ സമിതി സ്റ്റാഫ്സിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അജികുമാർ ഉയർത്തിയ വിശദീകരണം. KP തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.